ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷ് എക്സാമിന് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വരും എന്നുള്ളതാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാമിന് എഴുതാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ആ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റാണ് 100% ഷുവർ ക്വസ്റ്റ്യനാണ് പോയിൻ്റ് കമ്പാരിസൺ. നിങ്ങൾ എന്തായാലും പഠിക്കണം. സിമ്പിളായിക്കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാം. അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം ഞാൻ മുൻപേ പറഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം എങ്ങനെയാണ് പോയിൻ്റ് കമ്പാരിസൺ എഴുതേണ്ടതെന്നുള്ളത്. പിന്നെ ലെറ്റർ എന്ന് പറഞ്ഞാൽ ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂം, അതായത് എല്ലാ ജോബ് അപ്ലിക്കേഷൻ ലെറ്ററിനും അതേപോലെ തന്നെ റെസ്യൂമിന് എഴുതാൻ പറ്റിയ ഒരു ഫോമാറ്റിൽ ശരിക്കും ആൻസർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് കണ്ടിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാണാത്തവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ നമുക്ക് 8 മാർക്ക് പ്രതീക്ഷിക്കപ്പെടാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് സ്പീച്ച്. ഷുവർ നമ്മൾ +1 എന്നും +2 എന്നൊക്കെ പഠിച്ചതാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് ഇതിൻ്റെ ഫോമാറ്റ് പഠിക്കാം. ഏതൊരു സ്പീച്ചിനെയും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എഴുതാൻ പറ്റിയ ഒരു സിമ്പിളായ 4-5 ലൈൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എസ്സേ ഓർ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഏകദേശം തന്നെയായിട്ട് ആ ഒരു ഹെഡിങ്ങിനെ പറ്റി എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് 4 ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഏതൊക്കെയാണോ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുക ആ ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. എന്തായാലും നമുക്ക് സിമ്പിളായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷിൽ 80 ഒരു ഔട്ട് ഓഫ് 75 അല്ലെങ്കിൽ ഔട്ട് ഓഫ് 70 മാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഈസി ആയിക്കൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റും. നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വരെ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, പിന്നെ ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. ഓക്കെ, എനിവേ താങ്ക് യു.